ഈ 30 കിലോ 35 കിലോ ഇത്തരം വലിയ വലിയ സംഭവങ്ങൾ എങ്ങനെയാണ് കുറച്ചെടുക്കാൻ? 30 കിലോ എന്നൊക്കെ പറയുമ്പോൾ മോസ്റ്റ് പ്രോബ്ലി അവർ ഓരോരുത്തരുടെ ഹൈറ്റും കൂടെ വെച്ച് നോക്കുമ്പോൾ BMI നമ്മൾ 40 കഴിഞ്ഞു പോയാലാണ് വെരി ബാഡ് ആണ്. നമ്മൾ ശരിക്കും ശ്വാസം മുട്ടൽ തന്നെ അവർക്കുണ്ടാവും. ഇപ്പൊ 30ക്ക് മുകളിലേക്ക് പോകുമ്പോൾ തന്നെ ഡിസ്കംഫർട്ട് തുടങ്ങും. നമ്മൾ ഐഡിയലി ഞാൻ പറഞ്ഞാൽ പട്ടാളക്കാർക്കൊക്കെ ആണെങ്കിൽ ശരിക്കും 21 ആണ് ഐഡിയലായിട്ട് പറഞ്ഞിരിക്കുന്ന BMI. അപ്പൊ ഇത് കുറയ്ക്കാൻ പറയുമ്പോൾ നമുക്ക് കുറയ്ക്കുന്നതിലെ ബേസിക് സയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ എളുപ്പമാർഗങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ ബോഡി ഫാറ്റ് എനർജി ആയിട്ട് യൂസ് ചെയ്ത് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഡോക്ടർ ചെയ്താലും ആര് ചെയ്താലും അത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ സർജറി വഴി റിമൂവ് ചെയ്യുന്നത് പോലെ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെതായ മൊത്തം ഡിസ്ഫിഗറേഷനും അത് എല്ലായിടത്തും പോകുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് പുറമേ ഉള്ള വയറിന്റെ അടിയിലുള്ള കുറച്ചെടുത്ത് കളയാം. അങ്ങനെയൊക്കെ നമ്മൾ ഈ ലൈപ്പോസെക്ഷൻ സർജറീസിലൊക്കെ വരുന്നത്. അപ്പൊ ഇതിലെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ബേസിക് ഈ ഫാറ്റ് നമ്മളുടെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. ഇതനുസരിച്ചാണെങ്കിൽ നമ്മൾ 7700 കിലോ കാലറി യൂസ് ചെയ്യുമ്പോഴാണ് 1 കിലോ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ 7700 കിലോ കാലറി നമുക്ക് കുറയ്ക്കണമെങ്കിൽ ഇപ്പൊ ഓടാൻ വെക്കുകയാണെങ്കിൽ നമ്മൾ 1 മണിക്കൂർ 25 ഡേയ്സ് ഡെയിലി 1 hour ഓടുവാണെങ്കിലാണ് നമുക്ക് അത്രയും എനർജി യൂസ് ചെയ്യുള്ളൂ. ബേസിക്കലി നമ്മളുടെ ഐഡിയൽ മെഡിക്കൽ സയൻസ് അനുസരിച്ച് നമുക്ക് കുറയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിലോ കാലറി എമൗണ്ട് കുറയ്ക്കാന്നുള്ളതാണ് ഇൻടേക്ക്. അപ്പം നമ്മൾ എങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ജനറൽ ഇൻടേക്ക് ഫുഡ് കുറഞ്ഞു പോയി കഴിയുമ്പോൾ വീണ്ടും നമ്മളുടെ ഹെൽത്ത് പോകാം. നമുക്കിപ്പോ ഫാറ്റ് മാത്രമേ നമുക്ക് കുറയേണ്ടതുള്ളൂ, അതായത് കാലറി മാത്രമേ. പെട്ടെന്ന് കാണുന്ന നമ്മുടെ സ്കിൻ അങ്ങ് ഭയങ്കരമായിട്ട് ചുളിഞ്ഞു വരും. എല്ലാവർക്കും ഏറ്റവും വിഷമം അതായി കുമ്പളങ്ങ നീര് കുടിക്കുക അങ്ങനത്തെ പരിപാടി ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം. അപ്പൊ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അപ്പൊ നമ്മളുടെ പല ന്യൂട്രിയൻസും നമുക്ക് നമ്മൾ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്, അമിനോ ആസിഡ്സ്, മിനറൽസ്, വൈറ്റമിൻസ് ഇതെല്ലാം ആവശ്യമുണ്ട്. അപ്പൊ അതെല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനിൽ കൊടുത്തിട്ടാണ് വെയിറ്റ് കുറയുന്നതെന്നുണ്ടെങ്കിൽ ഈ വെയിറ്റ് റിഡക്ഷൻ കൊണ്ട് നമ്മുടെ സ്കിൻ ടെക്സ്റ്റിനൊന്നും കാര്യമായ ഒരു ഡിഫറൻസ് വരികയില്ല. പിന്നെ ഈ ഹെൽത്ത് പ്രോബ്ലം നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്തിന്റെ പറയുമ്പോൾ പലരോടും ഡോക്ടേഴ്സ് പറയും നിങ്ങൾ വെയിറ്റ് കുറയ്ക്കും. ഇപ്പൊ ഹാർട്ട് പ്രോബ്ലം ഉള്ളവരോട് പറയും, അല്ലെങ്കിൽ നീ പ്രോബ്ലം ഉള്ളൊരു കാലുമുട്ട് വേദന ഏറ്റവും പ്രധാനമായിട്ട് മുട്ടുവേദന, പിന്നെ അതുപോലെ ഹീലിന് പെയിന്. അപ്പൊ ഈ ഉപ്പൂറ്റി വേദന വരുന്നവർക്കും നല്ല മുട്ടുവേദന വരുന്നവർക്കും എല്ലാം ഡോക്ടേഴ്സ് പറയും വെയിറ്റ്. അതുപോലെ നടുവേദന, പലർക്കും നടുവേദനയുടെ ഒരു മേജർ റീസണും നമ്മുടെ ആ ബോഡി ഫിഗർ മാറിപ്പോകുന്നതുകൊണ്ട് നമ്മളുടെ സ്പൈൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ പലരുടെയും ഡിസ്ക് പ്രോബ്ലംസും ഒക്കെ വരുന്നത്. അപ്പൊ അതിനൊക്കെ ഡോക്ടേഴ്സ് പറയും. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ മെഡിക്കൽ ഫീൽഡിൽ എന്താണ് കാര്യം പറഞ്ഞാൽ ഇംഗ്ലീഷ് മെഡിസിനിൽ വെരി ഇഫക്റ്റീവ് മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ അത് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കാൻ ഒന്നാമത് ഡോക്ടേഴ്സിന് ഇപ്പം ബിസി പ്രാക്ടീസ് ഇപ്പൊ ഒരു ഓർത്തോപെഡിക്സിന് ഇപ്പം വെയിറ്റ് കുറയ്ക്കുന്നതിനെ കുറിച്ച് അങ്ങനെ അവർക്ക് പറയാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതും. അപ്പൊ ആ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ഡോക്ടേഴ്സ് പറയും, പക്ഷെ നമുക്ക് അതിനുള്ള സപ്പോർട്ടും കൂടി കിട്ടാത്തതുകൊണ്ടാണ് പലപ്പോഴും പറ്റാതെ വരുന്നത്. ഡോക്ടർക്ക് എങ്ങനെയൊക്കെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്? കാരണം എത്ര ഇപ്പൊ നമ്മൾ പലപ്പോഴും ഇപ്പൊ ഒരു വെയിറ്റ് കുറയ്ക്കാന്ന് പറയുമ്പോൾ ആദ്യം അലോപ്പതി എന്നൊരു കാര്യം ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു ചിന്തിക്കുകയുള്ളൂ. അപ്പൊ ഡോക്ടർക്ക് എങ്ങനത്തെ ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട്? നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് വിശപ്പ്, ഒന്നും നമ്മുടെ വിശപ്പാണ്. അപ്പൊ നമുക്കിപ്പോ ചോദിക്കാനുള്ള കാര്യം അതാ ഡോക്ടർക്ക് ട്രീറ്റ്മെന്റ് നേരത്തെ പറഞ്ഞാലും നമ്മൾ ഫുഡ് കുറയ്ക്കാതെ ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിലും പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇൻഡസ്ട്രി മുറിച്ച് കളയുന്ന പോലെയുള്ള സർജറീസ് ആണ് അതിന് പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ സയന്റിഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഫുഡ് കുറയ്ക്കാൻ പറഞ്ഞാൽ കാലറി കുറയ്ക്കാനാണ്. കാലറി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫുഡിൽ ചോറ്, ചപ്പാത്തി, അരി, ഗോതമ്പ്, സിറിയൽസ്, ധാന്യങ്ങൾ വെച്ചുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും വിചാരം നോൺ വെജ് ആണ് ഇതെന്നാണ്. പക്ഷെ ആക്ച്വലി നോൺ വെജ് അല്ല. ഇപ്പൊ ഒരു മുട്ട, ഒരു പാലോ അതൊന്നും അല്ല. ശരിക്കും എല്ലാവരും വെയിറ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ആദ്യം വെജിറ്റേറിയൻ നോക്കും. അപ്പൊ റൈസ് അതുപോലത്തെ സാധനങ്ങൾ വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. കുറെ അവിയല്, കുറെ ചോറ്, അവിയൽ ഒരു കുഴപ്പമില്ല. അപ്പം അവിയലിലൊക്കെ തേങ്ങയും ഓയിലും കൂടുതൽ വരുന്ന കണ്ടന്റ് വരുന്നത് പറ്റൂല. അപ്പൊ അങ്ങനത്തെ ഫുഡ് കുറയ്ക്കും. ബേസിക്കലി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ്, എഗ്, മിൽക്ക്, പയറുവർഗ്ഗം ഒക്കെ മോഡറേറ്റ് ആയിട്ടാകും. അതായത് സാധാരണ ഒരാൾ കഴിക്കുന്ന അതുപോലെ മോഡറേറ്റ് ആകും. ബേസിക്കലി ഈ സ്വീറ്റ്സ്, സ്റ്റാർച്ച് ഐറ്റംസ്, ഓയിലി ഐറ്റംസിലാണ് കുറവ് വരുത്തേണ്ടത്. ഇപ്പൊ നമ്മളുടെ ബോഡിക്ക് തന്നെ നമ്മുടെ ഒരു ബോഡി ഇമേജ് ഉണ്ടാവും നമ്മളുടെ ബ്രെയിനുമായിട്ട്. അപ്പം നമുക്ക് ആ 1 കിലോ ഫാറ്റ് കുറയുമ്പോഴേക്കും നമുക്ക് ആ ബോഡിക്ക് അത് തിരിച്ച് കിട്ടണം എന്നുള്ള ഒരു നമ്മുടെ ബോഡിയിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്.
അപ്പൊ അത് തിരിച്ചു പിടിക്കാൻ ബോഡി എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, അപ്പം വിശപ്പ് കൂടും. അപ്പൊ അതുകൊണ്ടാണ് പലരും വിശപ്പ് കുറച്ച് 2 ദിവസം പട്ടിണി കിടക്കും, പിന്നെ 3-ാമത്തെ ദിവസം കഴിയുമ്പോഴേക്കും കൂടുതൽ കഴിച്ച് ഇൻഫെക്റ്റ് അവരുടെ ഒരു വെയിറ്റ് 1 or 2 kg കൂടുമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അതിന് കാരണം ഇതാണ്, നമുക്ക് ബോഡിക്ക് ഒരു റീസണബിൾ ഒരു ടെൻഡൻസി ഉണ്ട് തിരിച്ചെടുക്കാൻ. അപ്പൊ അത് നമ്മൾ വിശപ്പായിട്ടാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പം വിശപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പം നമുക്ക് വെരി ഇഫക്റ്റീവ് മെഡിസിൻസ് ഉണ്ട് ഒരു പരിധി വരെ. എല്ലാം നമ്മളുടെ ഹാബിറ്റ് ബ്രേക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ആവശ്യം. പക്ഷെ വിശപ്പ് കുറച്ച് നിർത്താനുള്ള മെഡിസിൻസും കൂടെ ഉണ്ട്. അപ്പൊ ആ മെഡിസിൻസും കൂടി യൂസ് ചെയ്യും, പിന്നെ ഫുഡ് സപ്ലിമെന്റ്സും കൂടെ വരുമ്പം ബേസിക്കലി നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ഡോക്ടർ, ഞങ്ങൾ പലരും ഇങ്ങനെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളപ്പം എന്താ പറയാ, ആദ്യം ചെയ്യുന്ന ഒന്ന് പോകുന്ന പിന്നെ നടക്കാൻ പോവാന്ന് വിചാരിക്കും, പിന്നെയും അറിയില്ല, കാരണം നടപ്പ് പലപ്പോഴും ബ്രേക്കായി പോകും. അത് നമ്മൾ ആരോടും പറയത്തില്ല. ഞാൻ 1 മാസമായി നടക്കുന്നെന്ന് പറയാൻ 10 ദിവസമേ നടന്നിട്ടുണ്ടാവുള്ളൂ. പിന്നെ രണ്ടാമത് ചെയ്യുന്ന ഏതെങ്കിലും ജിമ്മിൽ പോവാന്ന് വെക്കും, അതും കുറച്ച് നാളൊക്കെ പോകും. പിന്നെ എല്ലാവരും അതിന്റെ ഇടയ്ക്ക് നമ്മളിതൊരു ന്യൂസ് ആവുമല്ലോ, വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പൊ കുറെ ഫ്രൂട്ട് ചാട്ട് എന്ന് പറഞ്ഞൊരു സാധനം, ഇത് ആരെവിടെ പ്രിസ്ക്രൈബ് ചെയ്താന്നൊന്നും ആർക്കും പിടിയില്ല, എന്തോ ഇങ്ങനെ രഹസ്യമായി സർക്കുലേറ്റ് ചെയ്ത് കിട്ടും. അതിനെ കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എന്താ? ചിലർ പറയും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറയുമെന്ന്. ഞാൻ ട്രൈ ചെയ്തൊന്നും നോക്കിയിട്ടില്ല. എനിക്ക് ചാർട്ട് ഞാൻ കണ്ടിട്ടില്ല. പല സിസ്റ്റംസും ട്രൈ ചെയ്യുന്നുണ്ട്. ചിലർ പറയും ഒരു ദിവസം വെജിറ്റബിൾസ് മാത്രം, ഒരു ദിവസം ഫ്രൂട്ട്സ് മാത്രം, അങ്ങനെ പല ഇതിലും ഉണ്ട്, ഇന്റർനെറ്റിലും ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബേസിക്കലി നമ്മളിപ്പം ആദ്യം നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുന്ന ഒരു നോർമൽ നമ്മുടെ ഡയറ്റ്, അവിടെ ശരിക്കും നമ്മുടെ ഫാറ്റ് കുറയുന്നതിനേക്കാളും കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ട്. അവർ ഫുഡും കഴിക്കുകയില്ല, വെള്ളവും കുടിക്കുകയില്ല. അപ്പം ജനറൽ കണ്ടന്റ് ബോഡി വാട്ടർ കുറയുന്നതുകൊണ്ടാണ് ഇപ്പം നമ്മള് ബോഡി വാട്ടർ കണ്ടന്റ് കുറയുന്നതുകൊണ്ട് ഇനിഷ്യലി ഇത് വരും. പക്ഷെ നമ്മളിപ്പോ ഞാൻ കൊടുക്കുന്നതിലുള്ളൊരു ഡെഫിനറ്റീവ് ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ബോഡി വാട്ടർ ഡെഫിനറ്റ്ലി മിനറൽസ് ഉള്ള വാട്ടർ കുടിക്കണം എന്നുള്ളതാണ് വെക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ആദ്യത്തെ വെയിറ്റ് ലോസ് പോലും ഡീഹൈഡ്രേഷൻ കൊണ്ട് വരുന്നില്ല. വെയിറ്റ് ലോസ് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഫാറ്റ് ലോസ് തന്നെയാണ് വരുന്നത്. അത് ആ രീതിയിലാണ് ശരിക്കും വരുള്ളൂ.